14 വർഷത്തോളമായി സ്കൂളിന്റെ വരാന്ത കാണാത്ത പ്രവാസി കുടുംബങ്ങളിലെ കുട്ടികൾ ബഹ്റൈനിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? പ്രാരാബ്ദങ്ങൾക്കിടയിലും കുടുംബത്തെ കൂടെ നിർത്തേണ്ട ചില നിർബന്ധിത സാഹചര്യങ്ങൾ പ്രവാസികൾക്കുണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ളവർ മനഃപൂർവ്വമല്ലാതെ തങ്ങളുടെ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് അവരുടെ വിദ്യാഭ്യാസ അവകാശത്തെ ഹനിക്കുക എന്നത്. നിത്യചെലവിനുള്ള തുക പോലും കണ്ടെത്താൻ കഴിയാതെ ദുരിത ജീവിതം തുടരുന്ന ഇത്തരം കുടുംബങ്ങൾ ഫീസ് അടക്കാൻ സാധിക്കാത്തതിനാൽ തങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിൽ പറഞ്ഞയക്കുന്നില്ല എന്നതാണ് വസ്തുത. അധിക പ്രവാസികളും വീട്ടിലെ അസ്വാരസ്യങ്ങളോ ഭാര്യമാരുടെയോ മറ്റോ സമ്മർദ്ദത്തിന് വഴങ്ങിയോ കുടുംബത്തെ ഇവിടേക്ക് പറിച്ചു നടാൻ നിർബന്ധിതരായവരാകും. ഇവിടെയുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടത്തിലും കുടുംബം നാട്ടിലേക്ക് പോകാൻ സന്നദ്ധത കാണിക്കുന്നില്ല എന്നതാണ് പല പ്രവാസികളുടെയും പരാതി. അവിടെയാണ് സാമ്പത്തിക ലഘൂകരണം ലക്ഷ്യമിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ ഹനിക്കേണ്ടി വരുന്നത്. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ നിർത്തിവെക്കണമെന്നായിരിക്കും തീരുമാനം. എന്നാൽ കരകയറാത്ത ദുരിതത്തിലകപ്പെട്ടവരുടെ കുട്ടികൾ വർഷങ്ങളോളം വിദ്യാഭ്യാസം ലഭിക്കാതെ തുടരേണ്ട ഗതിയാകും. കുട്ടികളെ ഇവിടെ പഠിപ്പിക്കൂ എന്നാൽ ഫീസടക്കം മാസം 40 മുതൽ 50 ദിനാർ വരെ ചെലവ് വരും. യാത്ര, യൂണിഫോം, പുസ്തകം തുടങ്ങിയ ചെലവുകളും വേറെ. എന്നാൽ അതിനുള്ള സാമ്പത്തിക സ്രോതസ് അവർക്കുണ്ടാവുകയുമില്ല. 500 ദിനാറിൽ താഴെ മാസവരുമാനമുള്ള പ്രവാസിക്ക് ഒരു കുട്ടിയടങ്ങിയ കുടുംബത്തെ ഇവിടെ നിർത്തി പരിപാലിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. കോവിഡ് കാലത്തിന് ശേഷമാണ് ഈ പ്രതിസന്ധി രൂക്ഷമായതെന്നാണ് സാമൂഹിക പ്രവർത്തകർ പറയുന്നത്. പുറം ലോക ബന്ധമില്ലാതെ വീടകങ്ങളിൽ അടച്ചിട്ടിരിക്കുന്ന കുട്ടികളും കറണ്ട് ബില്ലടക്കാത്തതിന് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട വീടുകളും ഉണ്ടെന്നതാണ് വസ്തുത. സ്കൂളുകൾ പലരും ഫീസ് ഇളവ് നൽകി കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അതും അടയ്ക്കാൻ ഇത്തരം കുടുംബങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാമ്പത്തിക പ്രതിസന്ധി ആർക്കും എപ്പോഴും വന്നു ചേർന്നേക്കാം. ആ സമയങ്ങളിൽ ദുരഭിമാനം മുറുകെ പിടിച്ച് തെറ്റായ തീരുമാനമെടുക്കുന്ന പ്രവണത കുടുംബനാഥനും കുടുംബിനിയും മാറ്റണമെന്നതാണ് പൊതുവികാരം. നാട്ടിലെ സൗജന്യ വിദ്യാഭ്യാസ നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടും നമ്മുടെ കുട്ടികൾക്കത് നൽകുന്നതുകൊണ്ടും അഭിമാനത്തിന് ഒരു ക്ഷതവും സംഭവിക്കില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. കുട്ടികളുടെ അവകാശമായ വിദ്യാഭ്യാസത്തെ ഹനിക്കുന്നത് അവരോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്നുകൂടി ഈ സാഹചര്യത്തിൽ മാതാപിതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ.